ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റ് ആയി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 39ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എന്താ, നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞു, നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണ് പഠിച്ചത്? റിപ്പോർട്ടിംഗ് വെർബ് എന്താണെന്ന് പഠിച്ചു, റിപ്പോർട്ടിംഗ് സെൻറ്റൻസ് എന്താണെന്ന് പഠിച്ചു, ഡയറക്റ്റ് സ്പീച്ചിനകത്ത് എപ്പോഴും റിപ്പോർട്ടിംഗ് സെൻറ്റൻസ് ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് വരുമെന്ന് പഠിച്ചു, പിന്നെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റൻസ് ആണെങ്കിൽ ടെൻസിന് മാറ്റം വരുമെന്ന് പഠിച്ചു, പ്രസന്റ് ടെൻസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് പാസ്റ്റൻസിലോട്ട് മാറുമെന്ന് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറുമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ പഠിച്ചത്? പിന്നെ നമ്മൾ കുറേ വേർഡ്സ് ഉണ്ടായിരുന്നു, അത് ഡയറക്റ്റ് സ്പീച്ചിൽ നൗ ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ദെൻ ആവും, ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ദെൻ ആണെങ്കിൽ അതെപ്പോഴും അങ്ങനെ വരത്തുള്ളൂ. നൗ ഡയറക്റ്റ് സ്പീച്ചിൽ നൗവും ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഇൻഡയറക്റ്റിൽ ദെന്നും ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി അതുപോലെ ടുഡേ എന്ന് പറഞ്ഞാൽ ദർ ഡേ എന്ന് പറയും, യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ദ പ്രീവിയസ് ഡേ എന്ന്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ഒരു ക്ലാസ് പഠിച്ചിരുന്നു കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് അല്ലേ. കൈൻഡ്സ് ഓഫ് സെൻറ്റൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചാലേ നമുക്ക് നമുക്ക് റിപ്പോർട്ട് സ്പീച്ച് വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് വന്ന് ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് അറിയാമെങ്കിൽ നിങ്ങൾ കാണേണ്ട കാര്യമില്ല, ഇനി ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി. ഞാനിത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതായാലും മതി. എന്താ പറയുക, നമുക്ക് എത്ര തരം സെൻറ്റൻസ് ആണുള്ളത്? 4 തരം അല്ലേ. ഒന്ന് ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെൻറ്റൻസ്, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. അങ്ങനെ 4 തരം സെൻറ്റൻസ് ആണ് നമുക്ക് ഉള്ളത് അല്ലേ. അപ്പം ആ 4 തരം സെൻറ്റൻസും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ടർ സ്പീച്ച് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇപ്പം നോക്കൂ, ഇന്ന് ആദ്യം നമ്മൾ ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെൻറ്റൻസിൽ എങ്ങനെയാണ് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്നത് നോക്കാം. എ സെൻറ്റൻസ് ദാറ്റ് മേക്സ്, ആദ്യം ഞാനിത് അസർട്ടീവ് സെൻറ്റൻസ് എന്താണെന്ന് പറയുവാണ് കേട്ടോ. എ സെൻറ്റൻസ് ദാറ്റ് മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ അസർഷൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന സെൻറ്റൻസിനെ നമുക്കെന്ത് പറയാം? അസർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. നോക്കൂ, സ്റ്റാർട്ട്സ് വിത്ത് എ സബ്ജക്റ്റ് ആൻഡ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൻ്റെ കണ്ടാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എന്ത് ചെയ്യണം? സെൻറ്റൻസ് സബ്ജക്റ്റ് കൊണ്ട് തുടങ്ങിയിട്ട് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയാം. നോക്കൂ, ദ റിപ്പോർട്ടിംഗ് സെൻറ്റൻസ് ഈസ് പ്രൊസീഡഡ് ബൈ ദാറ്റ്. പ്രൊസീഡഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്താ? മുന്നേ, റിപ്പോർട്ടിംഗ് സെൻറ്റൻസിന് മുന്നേ എന്ത് വരും? ദാറ്റ് വരും. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ അസർട്ടീവ് സെൻറ്റൻസിനകത്ത് എപ്പോഴും നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് സെൻറ്റൻസിന് തൊട്ട് മുന്നേ എന്ത് വരണം? ദാറ്റ് വരണം. ദാറ്റ്. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് സെൻറ്റൻസ് ഏതാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചാൽ ദാറ്റ് ഇടണോ അതോ വേറെ എന്തെങ്കിലും ചേർക്കണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് അറിയാമെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ദ റിപ്പോർട്ടിംഗ് സെൻറ്റൻസ് ഈസ് പ്രിസീഡഡ് ബൈ ദാറ്റ്. പ്രിസീഡഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്താ? മുന്നേ വരുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഫോളോഡ് ബൈ. ഫോളോഡ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം വരുന്നത്. മനസ്സിലായല്ലോ? ഇപ്പം നോക്കൂ, എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹീ സെഡ് ഐ ആം ഗ്ലാഡ് ടു ബി ഹിയർ ദിസ് ഈവനിങ്. നോക്കൂ, ഐ ആം ഗ്ലാഡ് ടു ബി ഹിയർ ദിസ് ഈവനിങ്. ഹീ സെഡ്, ഇത് എന്ത് സെൻറ്റൻസ് ആണ്? നോക്കൂ, സബ്ജക്റ്റ് അല്ലേ, ലാസ്റ്റിൽ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇതെന്താ? ഇത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു സെൻറ്റൻസ് അത് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാമെന്ന് പറഞ്ഞു? അസർട്ടീവ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലായി, പറയാം. അപ്പോൾ അത് കറക്റ്റാണ്. പിന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി എന്താ? സബ്ജക്റ്റിൽ തുടങ്ങും. ഐ സബ്ജക്റ്റിലെ സബ്ജക്റ്റിൽ തുടങ്ങി പിന്നെ ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നത്. അപ്പോൾ എന്തായത് സെൻറ്റൻസ്? എന്താ? അസർട്ടീവ് സെൻറ്റൻസാണ്. അപ്പം നമുക്ക് ഈ സെൻറ്റൻസിന് തൊട്ട് മുന്നേ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് എന്തോ വരണം? ദാറ്റ് ചേർക്കണം അല്ലേ. ഇതല്ലേ നമ്മളിപ്പോൾ പഠിച്ച ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിച്ച ഇത് വെച്ചിട്ട് റിപ്പോർട്ടിംഗ് സെൻറ്റൻസിന് മുന്നേ നമ്മൾ എന്ത് വരണം? ദാറ്റ് ചേർക്കണം. ക്ലിയർ ആണല്ലോ? അപ്പം ഹീ സെഡ് ദാറ്റ് എന്ന് വരും. ഹീ സെഡ് ദാറ്റ്. നോക്കൂ, ഹി വാസ് ഗ്ലാഡ് ടു ബി ഹിയർ ദെയർ ആവും. ഞാൻ പറഞ്ഞില്ലേ കുറേ വാക്കുകൾ, നൗ ദെൻ ആവും എന്ന് പറഞ്ഞ പോലെ ഹിയർ ദെയർ ആവും. ദിസ് എന്താവും? ദാറ്റ് ആവും. ടുഡേ ദാറ്റ് ഡേ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ദിസ് ദെയറായി ദാറ്റ് ഈവനിങ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് കുറേ എക്സാമ്പിൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഒറ്റ സെൻറ്റൻസിൽ ഞാൻ നിർത്തി. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ദാറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കൂ, എ സെൻറ്റൻസ് ദാറ്റ് ആസ്ക്സ് എ ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം ചോദിക്കുന്ന സെൻറ്റൻസ് ആണ്, അതിന് നമുക്ക് എന്ത് പറയാം? ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം അല്ലേ. നോക്കൂ, എൻസ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുകയാണെങ്കിൽ ആ സെൻറ്റൻസ്, അതിന് നമുക്ക് എന്ത് പറയാം? ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അത് ലാസ്റ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? ഇൻ്ററോഗേറ്റീവ്
സെൻറ്റൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ കുറേ ഇത് പറയേണ്ടി വരും. തുടക്കത്തിൽ മോഡൽ ഓക്സിലറി വരും, അല്ലെങ്കിൽ WH വേർഡ് വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. നോക്കൂ, 2 types ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസും എത്ര തരമുണ്ട്? 2 തരമുണ്ട്. ഏതൊക്കെയാണ് ഒന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? യെസ് ഓർ നോ ക്വസ്റ്റ്യനും WH ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ? യെസ് ഓർ നോ ക്വസ്റ്റ്യനും WH ക്വസ്റ്റ്യൻസും. ഇൻ റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസ് ദ ഇൻഡയറക്റ്റ് സ്പീച്ച് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സം സച്ച് വേർബ്സ് ആസ് ആസ്ക്ഡ്, എൻക്വയർഡ്, എക്സെട്ര. നോക്കൂ, ഇവിടെ നോക്കൂ, റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസിനകത്ത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് ചോദിച്ചു എന്ന് പറയാം, ആസ്ക്ഡ് അല്ലെങ്കിൽ എൻക്വയർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് ഹീ സെഡ് എന്ന് പറയില്ലേ, അവിടെ ഹി ആസ്ക്ഡ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഹി എൻക്വയർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇത് വലിയ കാര്യമില്ല. നിങ്ങൾ എക്സാമ്പിൾസ് നോക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി മനസ്സിലാവും. പക്ഷേ വേറൊരു കാര്യം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പം നമ്മൾ എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻസ് പാറ്റേണിലല്ല സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റണം. അതായത് നമ്മൾ സബ്ജക്റ്റും ലാസ്റ്റിൽ ഫുൾ സ്റ്റോപ്പും വരുന്ന രീതിക്ക് മാറ്റണം. അത് അസറ്റീവ് സെൻറ്റൻസിൻ്റെ രീതിക്ക് മാറ്റണം. ഇത് WH ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അത് നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ ഇച്ചിരി പാടാണ്. ഞാൻ എന്നാലും ഇത് ക്ലാസ്സിൽ പറഞ്ഞു തരാം. WH ക്വസ്റ്റ്യൻസ് നോക്കൂ. WH ക്വസ്റ്റ്യൻസ് വരുമ്പം ദ റിപ്പോർട്ടിംഗ് സെൻറ്റൻസ് ഈസ് പ്രൊസീഡഡ് ബൈ ദ ക്വസ്റ്റ്യൻ വേർഡ്, പ്രൊസീഡഡ് ബൈ ദ ക്വസ്റ്റ്യൻ വേർഡ്. നോക്കൂ, നമ്മൾ അസറ്റീവ് സെൻറ്റൻസിൽ എന്താ പഠിച്ചത്? ദ റിപ്പോർട്ടിംഗ് സെൻറ്റൻസ് ഈസ് പ്രൊസീഡഡ് ബൈ ദാറ്റ്. ഇവിടെ എന്ത് വരും? ക്വസ്റ്റ്യൻ വേർഡ് തന്നെ വരും. WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ? WH വേർഡ് കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ. ആ WH വേർഡ് തന്നെ എടുത്ത് അവിടെ എഴുതിയാൽ മതി, കഴിഞ്ഞു. മനസ്സിലായല്ലോ? നോക്കൂ, എക്സാമ്പിൾസ് നോക്കൂ. ഡയറക്റ്റ്, ഹീ സെഡ് ടു മീ വാട്ട് ആർ യു ഡൂയിങ്. ഞാനെന്ത് പറഞ്ഞു? നമ്മൾ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് വരുമ്പം നമ്മൾ ഹീ സെഡ് ടു മീനെ മാറ്റിയിട്ട് എന്തെന്ന് എഴുതണം? ഹി ആസ്ഡ് മീ എന്നാക്കണം, അല്ലേ? ഹി ആസ്ഡ് മീ അല്ലെങ്കിൽ എൻക്വയർഡ് മീ എന്നാക്കണം. ഇവിടെ നമുക്ക് ഹി ആസ്ഡ് വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം എന്ത് പറയണം? ആസ്ഡ് എന്ന് മതി. ഹി ആസ്ഡ് മീ എന്താ പറയണ്ടേ? വാട്ട് ആർ യു ഡൂയിങ് എന്നാണ് വരിക? അല്ല, വാട്ട് ഐ വാസ് ഡൂയിങ്, അല്ലേ? എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റണം? സ്റ്റേറ്റ്മെൻ്റ് ആക്കണമെങ്കിൽ ഓക്സിലറി വെർബ് സബ്ജക്റ്റിൻ്റെ അപ്പുറത്ത് വരണം. ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് മുന്നേ വരും. സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് ശേഷം വരും. മനസ്സിലായല്ലോ? ഇത് നിങ്ങൾ ഓർത്തോണം. ഹി ആസ്ഡ് മീ വാട്ട് ഐ വാസ് ഡൂയിങ്. ക്ലിയർ ആണല്ലോ? ഇനി വേർ ഡു യു ലിവ്? ആസ്ക്ഡ് ദ സ്ട്രേഞ്ചർ. സ്ട്രേഞ്ചർ ആസ്ഡ്. ഇവിടെ എന്ത് പറയണം? ദ സ്ട്രേഞ്ചർ ആസ്ഡ് ആണ്, അല്ലേ? നമുക്ക് ഇവിടെ എൻക്വയറി അല്ലേ ചെയ്യുന്നത്? നീ എവിടെയാണ് താമസിക്കുന്നത്? എൻക്വയറി ആണ്. ചോദ്യം ആസ്ക്ഡ് എന്ന് വേണമെങ്കിലും പറയാം, എൻക്വയർഡ് എന്ന് പറയാം. ഇവിടെ കുറച്ചും കൂടി നല്ലത് ദ സ്ട്രേഞ്ചർ എൻക്വയർഡ്. ഇവിടെ എന്താ ആഡ് ചെയ്യേണ്ട വാക്ക്? വേർ തന്നെ അല്ലേ? വേർ തന്നെ വെക്കണം. എന്നിട്ട് ഡു യു ലിവ്? വേർ ഐ ലിവ്ഡ്. നോക്കൂ, ദ സ്ട്രേഞ്ചർ എൻക്വയർഡ് വേർ ഐ ലിവ്ഡ്. എന്തുകൊണ്ടാണ്? അത് സ്റ്റേറ്റ്മെൻ്റ് ആക്കി നമ്മൾ ക്വസ്റ്റ്യനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റണം. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഇത് മറക്കരുത്. ക്ലിയർ ആണല്ലോ? ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ അതിൻ്റെ ആൻസർ യെസ് അല്ലെങ്കിൽ നോ പറയാം. അതിന് വേണ്ടിയിട്ടാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് ഓക്സിലറി വെർബ് കൊണ്ട് തുടങ്ങും, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് തുടങ്ങുക? WH വേർഡ്സിൽ തുടങ്ങും, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനെ തുടങ്ങും? ഓക്സിലറി വെർബിൽ തുടങ്ങും, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. ദ റിപ്പോർട്ടിംഗ് സെൻറ്റൻസ് ഇസ് പ്രൊസീഡഡ് ബൈ വെദർ ഓർ ഇഫ്. ഇതിനകത്ത് എന്ത് വരും? ദ റിപ്പോർട്ടിംഗ് സെൻറ്റൻസ് ഈസ് പ്രൊസീഡഡ് ബൈ വെദർ ഓർ ഇഫ്. നമ്മൾ വോട്ട് അല്ലെങ്കിൽ വേർ ചേർത്തില്ലേ? വേർ യു ലിവ്ഡ് എന്ന് ചോദിച്ചാൽ വേറൊന്നും ചേർത്തില്ല. അവിടെ നമ്മൾ വെദർ അല്ലെങ്കിൽ ഇഫ് ചേർക്കുക, അത്രേ ഉള്ളൂ. ദാറ്റ് ചേർത്തെടുത്ത് വെദർ അല്ലെങ്കിൽ ഇഫ് ചേർക്കുക, അത്രേ ഉള്ളൂ. സെൻറ്റൻസിന് മുന്നേ വെദർ അല്ലെങ്കിൽ ഇഫ് വരും. ഇതാണ്, ഒന്നുമില്ല. ഹീ സെഡ് വിൽ യു ലിസൺ ടു സച്ച് എ മാൻ. നോക്കൂ, ഹീ സെഡ് വിൽ യു ലിസൺ ടു സച്ച് എ മാൻ. ഹീ സെഡ് ആരോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മൾ ആരോട് വേണമെങ്കിലും സെഡ് ടു ദം, ഹി ആസ്ഡ് ദം എന്ന് പറയാം, ഹി എൻക്വയർഡ് ദം എന്ന് പറയാം, അല്ലെങ്കിൽ ഹി എൻക്വയർഡ് മീ എന്ന് പറയാം. അതിനനുസരിച്ച് വേണം നമ്മൾ സെൻറ്റൻസ് മാറ്റാൻ. മനസ്സിലായല്ലോ? അത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ട്. ഒന്ന് പോയി കാണുക വേണമെങ്കിൽ. ഹി ആസ്ഡ് ദം, ഇവിടെ ആസ്ഡ് ദം എന്നാണ് പറഞ്ഞേക്കുന്നത്. മീ എന്നും പറയാം, ദം എന്നും പറയാം. ആസ്ഡ് ദം വെദർ ദേ വുഡ് ലിസൺ ടു സച്ച് എ മാൻ. എന്ത് പറഞ്ഞു? വില്ല് വുഡായി മാറും, അല്ലേ? നമ്മൾ പഠിച്ചതാ. ടെൻസ് മാറുമ്പം വില്ല് വുഡായി മാറും. അത് നമ്മൾ പഠിച്ച. ഹി ആസ്ഡ് ദം വെദർ ദേ വുഡ് ലിസൺ ടു സച്ച് എ മാൻ. അല്ലെങ്കിൽ ഹി ആസ്ഡ് മീ വെദർ ഐ വുഡ് ലിസൺ ടു സച്ച് എ മാൻ. മനസ്സിലായല്ലോ? അങ്ങനെ മാറ്റാം. അത് 2 രീതിയിൽ എഴുതാം. ഇവിടെ ആരോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഡു യു റിയലി കം ഫ്രം ചൈന സെഡ് ദ പ്രിൻസ്. ആൻസർ നോക്കൂ. സോറി, ഇതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് എങ്ങനെയാണ് വരിക? ഞാനതിൽ എഴുതിയില്ല, ഞാൻ പറഞ്ഞുതരാം. ഡു യു റിയലി കം ഫ്രം ചൈന സെഡ് ദ പ്രിൻസ്. ദ പ്രിൻസ് ആസ്ഡ് അല്ലെങ്കിൽ എൻക്വയർഡ് മീ, അല്ലേ? ആരോടാ വരിക? ദ പ്രിൻസ് എൻക്വയർഡ് മീ
ഡു യു റിയലി എന്ന് വരുമോ? വെദർ അല്ലെങ്കിൽ ഇഫ് വരും അല്ലേ? വെദർ ഐ റിയലി കെയിം ഫ്രം ചൈന അല്ലേ വരും, അത്രയല്ലേ ഉള്ളൂ. വെദർ ഐ കെയിം ഫ്രം ചൈന. കം എന്തായി മാറും? കെയിമായി മാറും. ഇതെന്താ? റിപ്പോർട്ടിംഗ് വെർബ് എന്താ? പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് കം കെയിം ആവണം. ഒന്നും കൂടെ ഞാൻ പറയാം. ദ പ്രിൻസ് എൻക്വയർഡ് മീ അല്ലെങ്കിൽ ആസ്ക്ഡ് മീ വെദർ ഐ റിയലി കെയിം ഫ്രം ചൈന. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. നോക്കിയോളൂ. നെക്സ്റ്റ് ഇമ്പറേറ്റീവ് സെന്റൻസ്. ഇമ്പറേറ്റീവ് സെന്റൻസ് എന്താ? ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വേണ്ടേ? വെർബിൽ തുടങ്ങും അല്ലേ? വെർബിൽ സെന്റൻസ് തുടങ്ങും, എൻഡിൽ ഫുൾ സ്റ്റോപ്പ് വരും. സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പ് വന്നാൽ എന്ത് വരും? അസർട്ടീവ് സെന്റൻസ് അല്ലെ ഡിക്ലറേറ്റീവ് സെന്റൻസ്. വെർബിൽ തുടങ്ങിയിട്ട് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയാണെങ്കിൽ ആ സെന്റൻസ് എന്താണ്? ഇമ്പറേറ്റീവ് സെന്റൻസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? എ സെന്റൻസ് ദാറ്റ് എക്സ്പ്രസസ് ആൻ ഓർഡർ ഓർ കമാൻഡ്, അഡ്വൈസോ ആൻഡ് റിക്വസ്റ്റ്. ഒരു സെന്റൻസ് ഒരു അഡ്വൈസോ അല്ലെങ്കിൽ റിക്വസ്റ്റോ അല്ലെങ്കിൽ ഓർഡർ ഓർ കമാൻഡിനെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. നോക്കൂ. സ്റ്റാർട്ട്സ് വിത്ത് എ വെർബ് ആൻഡ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. വെർബ് കൊണ്ട് തുടങ്ങും, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു. പിന്നെ ദി റിപ്പോർട്ടിംഗ് സെന്റൻസ് ഈസ് പ്രൊസീഡഡ് ബൈ ടു. നമുക്ക് സെന്റൻസിന് തൊട്ട് മുന്നേ എന്ത് വരും? ടു ആ വരണ്ടേ. അസർട്ടീവ് സെന്റൻസിൽ ദാറ്റ് വരും. ഇൻ്ററോഗേറ്റീവ് സെന്റൻസിൽ WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ WH വേർഡ് വരും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെദർ അല്ലെങ്കിൽ ഇഫ് വരും. ഇവിടെ റിപ്പോർട്ടിംഗ് സെന്റൻസ് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ടു വരും. മനസ്സിലായല്ലോ? In reporting commands and requests, the indirect speech is introduced by some verbs expressing command or commanded, ordered or request or requested എന്ന് വരും. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആസ്ഡ് അല്ലെങ്കിൽ എൻക്വയർഡ് എന്ന് പറഞ്ഞില്ലേ, അതേ സെയിം ആണ്. റിക്വസ്റ്റ് ആണെങ്കിൽ റിക്വസ്റ്റഡ് എന്നും കമാൻഡ് ആണെങ്കിൽ കമാൻഡഡ് അല്ലെങ്കിൽ ഓർഡേഡ് എന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. നോക്കൂ. രാമ സെഡ് ടു അർജുൻ ഗോ അവേ. നോക്കൂ. രാമ സെഡ് ടു അർജുൻ ഗോ അവേ. ഇവിടെ എന്താ? ഗോ അവേ ഓർഡർ അല്ലേ? പ്ലീസ് ഒന്നും വന്നിട്ടില്ലല്ലോ. ഓർഡർ. അപ്പം രാമ ഓർഡേഡ് അർജുൻ ടു ഗോ അവേ. എന്ത് വരണം? ടു വരണം. നമ്മൾ അടിച്ചു ടു ഗോ അവേ. നോക്കൂ. രാമ ഓർഡേഡ് അർജുൻ ടു ഗോ അവേ. മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ. സിമ്പിളാണ്. ഓക്കെ. ഇനി എക്സാമ്പിൾ നോക്കിക്കോളൂ. ഡയറക്റ്റിൽ ഹി സെഡ് ടു ഹിം പ്ലീസ് വെയിറ്റ് ഹിയർ ടിൽ ഐ റിട്ടേൺ. നോക്കൂ. പ്ലീസ് വെയിറ്റ് ഹിയർ ടിൽ ഐ റിട്ടേൺ. ഞാൻ തിരിച്ചു വരുന്നവരെ ദയവായി ഒന്ന് കാത്തിരിക്കണം അല്ലേ? അപ്പോൾ ഹീ സെഡ് ടു ഹിം. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഹീ സെഡ് ടു ഹിമിനെ നമ്മൾ റിക്വസ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഓർഡർ ആയപ്പോൾ ഓർഡർഡ് എന്ന് എഴുതി. റിക്വസ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഹീ റിക്വസ്റ്റഡ് ഹിം. എന്നിട്ട് എന്താ? ഇമ്പറേറ്റീവ് സെന്റൻസിനകത്ത് എന്തോ എഴുതണം? ടു അല്ലേ? റിക്വസ്റ്റഡ് ഹിം ടു വെയിറ്റ് ഹിയർ. നമ്മൾ എന്ത് പറഞ്ഞു? ഹിയർ ദെയർ ആവും അല്ലേ? ടിൽ ആരോടാ പറഞ്ഞു? അവനോട്. അപ്പം അവനോട് പറഞ്ഞു അല്ലേ? അപ്പം ടിൽ ഹീ റിട്ടേൺഡ് എന്നാവും അല്ലേ? പാസ്റ്റ് ടെൻസ് മാറ്റണം. ഇത്രയും കാര്യങ്ങൾ മാറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റ് ആവുള്ളൂ. ഹീ റിക്വസ്റ്റഡ് ഹിം ടു വെയിറ്റ് ദെയർ ടിൽ ഹി റിട്ടേൺഡ്. ഹിയർ എന്താവും? ദെയർ ആവും. ടിൽ ഹി റിട്ടേൺഡ്. മനസ്സിലായല്ലോ? ഹീ ആവും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹീ റിക്വസ്റ്റഡ് ഹിം ടു വെയിറ്റ് ദെയർ ടിൽ ഹി റിട്ടേൺഡ്. കോൾ ദ ഫസ്റ്റ് വിറ്റ്നസ് സെഡ് ദ ജഡ്ജ്. അപ്പോൾ ജഡ്ജ് എന്താ പറഞ്ഞത്? ജഡ്ജ് ഓർഡറിൽ കൊടുക്കുക. ദ ജഡ്ജ് ഓർഡേഡ് ടു കോൾ ദ ഫസ്റ്റ് വിറ്റ്നസ്. അത്രേ ഉള്ളൂ. സിമ്പിളാണ്. ദ ജഡ്ജ് ഓർഡർ അല്ലേ? കമാൻഡഡ്. ഒരു കുഴപ്പമില്ല. ദ ജഡ്ജ് കമാൻഡഡ് ദം ടു കോൾ ദ ഫസ്റ്റ് വിറ്റ്നസ്. ക്ലിയർ ആണല്ലോ? ദം എന്ന് കൊടുത്താലും കുഴപ്പമില്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തെന്താ? എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ലാസ്റ്റ് ആണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസും കൂടെ നമ്മൾ പഠിച്ചാൽ മതി. എക്സ്ക്ലമേറ്ററി സെന്റൻസ് കണ്ടുപിടിക്കാൻ എളുപ്പവഴി എന്താ? ആശ്ചര്യചിഹ്നം ഉണ്ടാവും അല്ലേ? ലാസ്റ്റ് എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. എ സെന്റൻസ് ദാറ്റ് എക്സ്പ്രസസ് സ്ട്രോങ് ഫീലിംഗിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സെന്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. എൻസ് വെത്താൻ എക്സ്ക്ലമേറ്ററി മാർക്ക് ഞാൻ പറഞ്ഞു. ആശ്ചര്യചിഹ്നം വരും. പിന്നെ ദി റിപ്പോർട്ടിംഗ് സെന്റൻസ് ഈസ് പ്രൊസീഡഡ് ബൈ ദാറ്റ്. നമ്മൾ അസർട്ടീവ് സെന്റൻസിലും എക്സ്ക്ലമേറ്ററി സെന്റൻസിലും ദാറ്റ് ആണ് റിപ്പോർട്ടിംഗ് സെന്റൻസിന് തൊട്ട് മുന്നേ വരുന്നത്. അത് മനസ്സിലായി? അത് ഓർത്തോണം. രണ്ടിനും ദാറ്റ് വരും. സെന്റൻസ് എങ്ങനെയാണ് മാറ്റേണ്ടത്? അത് നമുക്ക് ഫുൾ സ്റ്റോപ്പ് വന്ന എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഫുൾ സ്റ്റോപ്പ് വന്ന അസർട്ടീവ് സെന്റൻസും ആശ്ചര്യചിഹ്നം വന്ന എക്സ്ക്ലമേറ്ററി സെന്റൻസും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഇൻ റിപ്പോർട്ടിംഗ് എക്സ്ക്ലമേഷൻസ് ആൻഡ് വിഷസ് ദ ഇൻഡയറക്റ്റ് സ്പീച്ച് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സം വെർബ് എക്സ്ക്ലൈംഡ് അപ്ലോഡഡ് എറ്റ്സെട്ര എക്സ്പ്രസിംഗ് എക്സ്ക്ലമേഷൻ ഓർ വിഷ്. ഇതൊന്നുമില്ല. ഇനി കുറച്ച് സെന്റൻസ്, അതായത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെങ്കിൽ
ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പം എക്സ്ക്ലെയിംഡ് അല്ലെങ്കിൽ അപ്ലോഡഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതണം. അതായത് ആ സെന്റൻസിന്റെ അർത്ഥം വെച്ച് നോക്കിയിട്ട് നമ്മൾ ഒന്നേലും എക്സ്ക്ലെയിംഡ് എന്ന് എഴുതും, അല്ലെങ്കിൽ അപ്ലോഡഡ്. നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് സെന്റൻസ്, ഇതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. സെന്റൻസ് ഏതാണെന്ന് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് എഴുതി, ആസ്ഡ് അല്ലെങ്കിൽ എൻക്വയർഡ് എന്ന് എഴുതി. ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ റിക്വസ്റ്റഡ് അല്ലെങ്കിൽ കമാൻഡഡ് അല്ലെങ്കിൽ ഓർഡർഡ് എന്ന് എഴുതി. ഇവിടെ നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം, അപ്ലോഡഡ് അല്ലെങ്കിൽ എക്സ്ക്ലൈംഡ് എന്ന് എഴുതണം. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നോക്കൂ, ഡയറക്റ്റ് ഹീ സെഡ് അലാസ് ഐ ആം അണ്ടൺ. ഓപ്ഷൻ നോക്കൂ, ഹി എക്സ്ക്ലെയിംഡ് സാഡ്ലി. നോക്കൂ, അലാസ് ഐ ആം അണ്ടൺ എന്ന് പറയുമ്പോൾ സങ്കടത്തിന്റെ കാര്യമാണ്. അപ്പം ഹി എക്സ്ക്ലെയിംഡ് സാഡ്ലി ദാറ്റ് ഹി വാസ് അണ്ടൺ. ഹി എക്സ്ക്ലെയിംഡ് സാഡ്ലി ദാറ്റ് ഹി വാസ് അണ്ടൺ. നോക്കൂ, ആലിസ് സെഡ് ഹൗ ക്ലവർ ഐ ആം. ആലിസ് സെഡ് ഹൗ ക്ലവർ ഐ ആം. നോക്കൂ, ആലിസ് എക്സ്ക്ലെയിംഡ് ദാറ്റ് ഷീ വാസ് വെരി ക്ലവർ. ആലിസ് എക്സ്ക്ലെയിംഡ് ദാറ്റ് ഷീ വാസ് വെരി ക്ലവർ. നോക്കൂ, ഇവിടെയും ഹൗ ക്ലവർ ഐ ആം എന്നല്ല, ഷീ വാസ് വെരി ക്ലവർ എന്നാണ് മറ്റേ സ്റ്റേറ്റ്മെന്റിൽ. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിനകത്ത് ഇൻഡയറക്റ്റ് സ്പീച്ചിനകത്ത് മാറ്റുമ്പം എപ്പോഴും സ്റ്റേറ്റ്മെന്റിലാവണം. മനസ്സിലായി? ഹൗ ക്ലവർ ഐ ആം എന്നുള്ളതിനെ ദാറ്റ് ഷീ വാസ് വെരി ക്ലവർ എന്ന് മാറ്റി. മനസ്സിലായല്ലോ? അത് നമ്മൾ സെന്റൻസിന്റെ സ്ട്രക്ചർ പഠിക്കണം. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്, അത് കറക്റ്റായിട്ട് അറിയാമെന്നുള്ളവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഹീ സെഡ് ബ്രേവോ യു ഹാവ് ഡൺ വെൽ. നോക്കൂ, ഹി അപ്ലോഡഡ് ഹിം. ഹി അപ്ലോഡഡ് ഹിം സെയിങ് ദാറ്റ് ഹി ഹാഡ് ഡൺ വെൽ. സെയിങ് ദാറ്റ് ഹി ഹാഡ് ഡൺ വെൽ. ഇത് നമ്മൾ കുറച്ച് എക്സ്ക്ലമേറ്ററി സെന്റൻസ് കുറച്ച് പാടാണ്. ഇങ്ങനെ എഴുതാൻ പറ്റും, ഹി അപ്ലോഡഡ് ഹിം സെയിങ് ദാറ്റ് ഹി ഹാഡ് ഡൺ വെൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്ന്? കൈൻഡ്സ് ഓഫ് സെന്റൻസിൽ നമ്മൾ, അതായത് അസർട്ടീവ് സെന്റൻസിൽ എന്ത് ചേർക്കണം? ദാറ്റ് അല്ലേ? റിപ്പോർട്ടിംഗ് സെന്റൻസിന് മുന്നേ നമ്മൾ ദാറ്റ് ചേർക്കണം. ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എന്ത് ചേർക്കണം? ടു ചേർക്കണം. വേറെന്താ? ഇൻ്ററോഗേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ വെദർ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെദർ അല്ലെങ്കിൽ ഇഫ്. WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ WH വേർഡ് ചേർക്കുക. പിന്നെന്താ? നമ്മുടെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെങ്കിൽ അതിനകത്ത് എന്തോ വരും ലാസ്റ്റായിട്ട്? ദാറ്റ്. അപ്പോൾ അസർട്ടീവ് സെന്റൻസിലും എക്സ്ക്ലമേറ്ററി സെന്റൻസിലും ദാറ്റും, ഇൻ്ററോഗേറ്റീവ് സെന്റൻസിൽ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ WH വേർഡും, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെദർ അല്ലെങ്കിൽ ഇഫ് വരും. പിന്നെ ഒരു ഇമ്പറേറ്റീവ് സെന്റൻസിനകത്ത് എന്ത് വരണം? ടു വരണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. മൊത്തം എല്ലാം കൂടി ചേർത്ത് നമ്മൾ കറക്റ്റായി കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.